ആവശ്യം വീണ്ടും ആവർത്തിച്ച് പറയുന്നു. വ്യവസ്ഥയിൽ നമ്മൾ പറഞ്ഞ അനുസരിച്ച് ഈ വ്യവസ്ഥക്ക് തയ്യാറായ ആളുകൾ ആ വ്യവസ്ഥയിൽ SKSSF ആവശ്യപ്പെട്ട കാര്യങ്ങൾ അംഗീകരിച്ചിട്ടില്ല. അംഗീകരിക്കാത്തത് അതേ സമയത്ത് നിങ്ങൾ ആവശ്യപ്പെടുന്ന ആ വേലൂരിലെ മുടിയുടെ സനത് ഈ വ്യവസ്ഥയിലില്ല. അതുകൊണ്ട് തന്നെ അത് ചർച്ചയുമായി ബന്ധമില്ലാത്തത് കൊണ്ട് ഈ ചർച്ച ലക്കും ലഗാനുമില്ലാതെ തുടരുന്നത് കൊണ്ടും ഇത് വെറുതെ നാട്ടിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാനും ആശയക്കുഴപ്പമുണ്ടാക്കാനും നാട്ടുകാരെ തമ്മിൽ വീണ്ടും ആദ്യമേ നമ്മൾ തല്ലിപ്പിക്കുന്നവരാണ്, വീണ്ടും ഒരു തല്ലിപ്പിക്കൽ ഉണ്ടാക്കാനുമുള്ള പരിപാടി ആണ് ഈ പരിപാടിയൊക്കെ ഉള്ളത്. അപ്പൊ എന്താ പറഞ്ഞത്? ഇപ്പൊ സംസാരിക്കുന്ന UK വിഭാഗത്തിലെ ആളാണ്. എന്ത് ഈ വിവാദം കൊണ്ടൊരു കാര്യമില്ല, നാട്ടിൽ ജനങ്ങൾക്കിടയിൽ ആളുകളെ തല്ലിപ്പിക്കാനുള്ള പരിപാടിയാണ്. ആദ്യമേ നമ്മൾ തല്ലിപ്പിക്കുന്ന ആൾക്കാരാണ്, ഇതൊന്നും കൂടെ തല്ലിപ്പിക്കലേ ഉണ്ടാവുള്ളൂ അല്ലേ? കേട്ടല്ലേ? അതുകൊണ്ട് നമ്മുടെ ഈ വ്യവസ്ഥാപിതമായ ഈ പരിപാടി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ അവസാനിപ്പിക്കാം. അതിന് അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. ഇത്ര മാത്രമേ. ഇനി എത്ര വട്ടം നമ്മൾ ആവർത്തിച്ച് പറഞ്ഞാലും, എത്ര വട്ടം നമ്മൾ വിഷയങ്ങൾ പറഞ്ഞാലും ഇവിടെ മധ്യസ്ഥനായി നിന്ന് അദ്ദേഹം ഞങ്ങൾ നൽകിയ കത്തിലുള്ള നിങ്ങൾക്ക് എന്താ പ്രശ്നം? നിങ്ങൾ മധ്യസ്ഥന്മാരല്ലോ. മൂപ്പര് പറയട്ടെ, നിങ്ങളവിടെ ഇരിക്കും, ഞങ്ങൾ പറഞ്ഞോളൂ. മൂപ്പര് ഇവിടെ വായിച്ചതിൽ, മധ്യസ്ഥ എന്ന നിലയിൽ വായിച്ചതിൽ ഞങ്ങൾ കൊടുത്ത കത്തിൽ മർക്കസിലുള്ള തിരുകേശം എന്ന വാക്കില്ല. മർക്കസിലെ വിവാദ കേശമെന്ന് ഇപ്പൊ ഇവിടെ എഴുതി, നേരത്തെ എഴുതിയ തിരുകേശം ഉൾപ്പെടെയുള്ള വിവാദ വിഷയം എന്നാണ്. മർക്കസ് ഞങ്ങൾ തന്നതിലുണ്ടോ? അത് നിങ്ങൾ ഇതിന് ശേഷമാണ് അവർ കത്ത് മറുപടി കൊടുത്തത്. ആണോ? ആദ്യം കൊടുത്തത്? ആദ്യം ഈ കത്ത് കൊടുത്തു, ഇതിന് മറുപടി കൊടുത്തു. ഞങ്ങൾ അത് കത്തിലില്ലല്ലോ. ഞങ്ങളന്ന് ആദ്യം എഴുതിയ കത്ത് നിങ്ങൾ പറഞ്ഞ മനസ്സിലാക്കുക. ആ രണ്ടാം കത്തിൽ പറയുന്നുണ്ടോ നിങ്ങൾ എഴുതിയ അതാണ് ഞങ്ങൾ അംഗീകരിച്ചത്? ഞാൻ വായിച്ചു തരട്ടെ. ഇതേതാ കേട്ടോ. നിങ്ങളോട് തനിയമ്പുറം യൂണിറ്റ് SKSSF ഭാരവാഹികൾക്ക് SVS അനുവിനോട് അറിയിക്കുന്നത്, വ്യവസ്ഥ തയ്യാറാക്കുന്നതിന് നിങ്ങളുടെ കത്തിൽ കാണിച്ച 24 ചൊവ്വാഴ്ച ഞങ്ങൾക്ക് ചില അസൗകര്യങ്ങൾ ഉള്ളതിനാൽ ഞങ്ങൾ 1/6 ബുധനാഴ്ച 10 AM ഞങ്ങൾ തയ്യാറാണെന്ന് ഇതിനാൽ അറിയിക്കുന്നു. ഇത്ര മാത്രമേ രണ്ടാം കത്തിലുള്ളൂ. സംഭവം ആ പറഞ്ഞ വിഷയമാണിത്. നിങ്ങളല്ലോ പറയാ. ഇവിടെ ആദ്യം തന്നെ വിവാദ കേസൊന്നും നിങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് ഈ വിഷയത്തിൽ രണ്ടാളും പരസ്പരം ഒന്നിച്ച് സംസാരിച്ചുകൊണ്ട് ഇവിടെ തീരുന്നു. ഇൻഷാ അല്ലാഹ് ഇവിടെ തീർത്തിരിക്കുന്നു. അത് തന്നെയാണ് ഈ ഡിമാൻഡ് ഒരിക്കലും ഈ അംഗീകരിക്കാൻ സാധ്യമല്ല. കേരളത്തിൽ നിലനിൽക്കുന്ന വിവാദ മുടിയെക്കുറിച്ച് വല്ലതും പറയാനുണ്ടെങ്കിൽ നമുക്ക് അത് അവസാനിപ്പിക്കുന്നതാണ്. വീണ്ടും അതിന് നിങ്ങൾക്ക് തയ്യാറുണ്ടെങ്കിൽ മുന്നോട്ട് വരാവുന്നതാണ്. സനത് ലഭിച്ചാൽ വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന് ഞങ്ങളുമായി സംവദിക്കാം. വെല്ലൂരിലെ മുടി സനത് കൊടുക്കേണ്ട ബാധ്യത നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അറിയാത്തത്. കാരണം അത് ഇവിടെ ചർച്ചയല്ല. ഇവിടെ ചർച്ച കാരന്തൂർ മർക്കസിലെ വിവാദ മുടിയാകുന്നു. അതിന് തെളിവ് സമർപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയാത്തത് ആ വിഷയം ഇവിടെ പര്യവസാനിപ്പിച്ചിരിക്കുന്നു. വീണ്ടും ഒരു വേദിയുണ്ടെങ്കിൽ നിങ്ങൾ അതിന് ആവശ്യപ്പെടുന്നു. അതേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഇവിടെ ഈ ചർച്ച നിർത്തുന്നു. ഇതുവരെ നിങ്ങൾ കണ്ടത് തനിയംപുറത്തെ SKSSF-ഉം വിഘടിത SYS-ഉം തമ്മിൽ കത്ത് കൈമാറിയതിനനുസരിച്ച് സമ്പാദ്യ വ്യവസ്ഥ തയ്യാറാക്കാൻ ഇരുന്നതിൻ്റെ നേർക്കാഴ്ചകൾ. മർക്കസിലെ മുടി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണെന്ന് തെളിയിക്കാൻ സാധ്യമല്ലാത്ത വിഘടിത നേതൃത്വം പല സ്ഥലത്തും പല രൂപത്തിൽ വായിച്ച സനദിനെ സംബന്ധിച്ച് പോലും ചർച്ചയിൽ പലവരും ചോദിച്ചിട്ടും ഉത്തരം പറയാൻ അവർക്ക് സാധിച്ചില്ല. വിവാദമല്ലെന്ന് അവർ തന്നെ പലവരും സമ്മതിച്ച വേലൂരിലെ മുടിയുമായി അനാവശ്യ ചർച്ചകളിൽ കെട്ടിമറിയുവാൻ വൃഥാ ശ്രമം നടത്തുകയായിരുന്നു വിഘടിതർ. അവസാനം പരാജയം രുചിച്ചപ്പോൾ അക്രമം അഴിച്ചുവിടുകയും ചെയ്തു. സംവാദ വ്യവസ്ഥ തയ്യാറാക്കാൻ ഇരുന്ന ഷിഹാബ് എന്ന പ്രവർത്തകനെ ആക്രമിച്ചതിൻ്റെ ദൃശ്യങ്ങൾ നോക്കൂ. മർക്കസിലെ മുടി വ്യാജമാണെന്ന് ഒരിക്കൽ കൂടി സമ്മതിക്കാൻ വിഘടിതർ നിർബന്ധിതരാകുന്നതിൻ്റെ ദൃശ്യങ്ങൾ പൊതുജനം വിലയിരുത്തട്ടെ. ആ മനുഷ്യൻ്റെ കുപ്പായം കീറലും